ആ ഞാൻ കൊറേ നേരമായിട്ട് സാറിനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തു പറ്റി? കഞ്ഞി വെക്കുന്ന കാര്യം പറയാനാണെങ്കിൽ വേണ്ട. ഞാനിന്ന് രാവിലെ വെച്ച ചോറ് ഒരുപാട് ബാക്കി ഇരിപ്പുണ്ട്. വെറുതെ കളയുന്ന എങ്ങനെയാ? ഒന്നാമതാണെങ്കിൽ അരിക്കൊക്കെ സ്വർണത്തിന്റെ വിലയും. അതൊന്നും അല്ല സാറേ, ഇന്ന് സാറിന്റെ അമ്മാവൻ ഇവിടെ വന്നിരുന്നു. അമ്മാവനോ? എന്റെയോ? എനിക്കെങ്ങനെ അമ്മാവന്മാരെന്ന് പറയാൻ? അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ 2 അമ്മാവന്മാരും മരിച്ചു. വകയിലൊരു അമ്മാവനാണെന്നാ എന്നോട് പറഞ്ഞത്. വകയിലൊരമ്മാവൻ? അങ്ങനെ ചോദിച്ചാ വല്ല ഏച്ചു കെട്ടിയ ബന്ധം വല്ലതും ആയിരിക്കും. ആട്ടെ, അങ്ങേര് വന്നിട്ട് എന്ത് പറഞ്ഞു? കുറച്ച് വെള്ളമൊക്കെ കുടിച്ചോണ്ടാ വന്നത്. കണ്ടാലൊരു പിത്തക്കാടിയാ, വർത്താനത്തിന് ഒരു കുറവുമില്ല. അതാരാ വസുമതി? അങ്ങനെ ഒരാൾ എന്റെ ഓർമ്മയിൽ എന്റെ ബന്ധുവായിട്ടില്ല. അതും മദ്യപിച്ച് ഒരു അന്യ വീട്ടിൽ കയറി വരുന്നയാൾ. എനിക്കും തോന്നി. സച്ചി സാറിന് അങ്ങനെ ഒരു അമ്മാവനുണ്ടാവാൻ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ എന്റെ ഭാര്യയുടെ അമ്മാവനൊരാളുണ്ട്, രാമകൃഷ്ണൻ നായർ. അങ്ങേരും മോളും ഇപ്പോ എന്റെ ഭാര്യ വീട്ടിലാ താമസം. അങ്ങേരായിരിക്കാനാ സാധ്യത. അല്ല, വന്നിട്ട് കാശൊന്നും വാങ്ങിച്ചില്ലല്ലോ? കാശൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ എന്റെ കയ്യിൽ നിന്നൊന്ന് വാങ്ങിച്ചു. എന്താ വസുമതി? വേണ്ട വേണ്ടാന്ന് വെച്ച് ഞാൻ ക്ഷമിച്ചതാ സാറേ. ഒന്നാമത് സാറിന്റെ അമ്മാവൻ, രണ്ടാമത് 10-60 വയസ്സിന് മേൽ പ്രായമുള്ള ആള്. പ്രായത്തെ ഓർത്ത് ക്ഷമിച്ചേക്കാന്ന് വെച്ചപ്പോ കിളവൻ എന്റെ ഇന്ന് വാങ്ങിച്ചേ പറ്റൂ, വലിയ നിർബന്ധം. പിന്നെ ഞാൻ ഒന്നങ്ങ് പൊട്ടിച്ചു. അപ്പൊ അങ്ങേര് സമാധാനമായിട്ട് പോയി. എന്നാൽ അത് രാമകൃഷ്ണൻ നായർ തന്നെ, എന്റെ ഭാര്യയുടെ സ്വന്തം അമ്മാവനാ. ദേ, ഇനി അങ്ങേര് പടി ചവിട്ടിയാലുണ്ടല്ലോ വസുമതിയുടെ തനി സ്വഭാവം അയാൾ അറിയും. പറഞ്ഞേക്കാം. സാറ് പോയി കുളിച്ച് ആ ഷർട്ട് മുണ്ടുങ്ങതാ, ഞാൻ നാളെ നനച്ചിട്ടേക്കാം. ചോറ് വെച്ചത് കളയണ്ട. ഇന്ന് നല്ല പൊടിച്ചമ്മി കിട്ടിയിട്ടുണ്ട്, ഞാനത് മാങ്ങയിട്ട് കറി വെച്ച് വെച്ചിട്ടുണ്ട്. ആ വെയില് തട്ടുന്നിടത്തോട്ട് വെക്ക്, നല്ലവണ്ണം ഉണങ്ങട്ടെ. പാണ്ടി മുളവാ, ഗുണം പോരാ. അല്ലേലും ഇപ്പൊ ഗുണമുള്ളത് വല്ലതും കിട്ടുമോ? ലോകം മുടിയാൻ പോകുന്ന കാലമല്ലേ, എല്ലാത്തിലും മായം. ആഞ്ജനേയ, ആളുകൾക്ക് സൽബുദ്ധി കൊടുക്കണേ. സൽബുദ്ധി ചീത്ത ബുദ്ധിയുള്ളവർക്കാ ഇപ്പൊ നല്ല കാലം. കണ്ടില്ലയോ എന്റെ കാര്യം തന്നെ? ഒരു മനുഷ്യൻ പോയി കിടക്കുന്നു വല്ല പെണ്ണുങ്ങളുടെയും വടക്കുവശത്ത്. അമ്മൂമ്മയ്ക്ക് അതിലൊരു വിഷമോ ഇല്ലയോ? നിന്റെ ആമ്പറന്നാൻ വല്ല പെണ്ണുങ്ങളുടെയും വടക്കുവശത്ത് പോയതിന് എനിക്കെന്തിനാണ് ഈ വിഷമം? എന്റെ ആമ്പറന്നോൻ ജീവിച്ചിരുന്ന കാലത്ത് എന്റെ കൂടെ ആയിരുന്നു, എന്റെ മോനും അവന്റെ പെമ്പറന്നാരുടെ കൂടെ. അവൾ ഇത്രയും വിഷപ്പാമ്പായിരുന്നിട്ടും കൂടെ തന്നെ താമസിച്ചു. നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ നീ പോയി വിളിക്ക്. സച്ചിയേട്ടാ, എനിക്ക് വേറെ ആരുമില്ല, ഇനിമേലിൽ ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ലെന്ന് നീ പോയി പറ. അവരിഞ്ഞു വരും. എന്റെ പട്ടി പോവും. ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും നീ ഈ വാചകം പറയും, പട്ടി പോവും പട്ടി പോവുന്നു. കേട്ട് കേട്ട് ഞങ്ങൾക്ക് മടുത്തു. നിന്റെ പട്ടി പോയാ അവന്റെ പട്ടി വരും, അല്ലാതെ അവൻ വരത്തില്ല മോളെ. നീ ആരാണെന്നാ നിന്റെ വിചാരം? അമ്മ മഹാറാണിയോ? രാമകൃഷ്ണൻ വരുന്നുണ്ടല്ലോ വിമലേ. വരവ് കണ്ടിട്ടേ ഒരു കള്ള ലക്ഷണമുണ്ട്. നല്ലവണ്ണം കുടിച്ചിട്ടുണ്ട്, തലയെ കെട്ടിയിരിക്കുന്ന കണ്ടില്ലേ? അല്ല, കള്ള് ഷാപ്പിൽ കൊടുക്കാനേ ഇയാൾക്ക് കാശ് എവിടെ നിന്ന് കിട്ടി? നീ വല്ലതും കൊടുത്തോടി? അയ്യോ, മിന്നുവിന്റെ അച്ഛന്റെ അടുത്ത് പോവാൻ ബസ് കൂലിക്കെന്നും പറഞ്ഞ് 50 രൂപ എന്റെ അടുത്ത് മേടിച്ചു. വിഷ്ണു ആകെ തന്നത് 1000 രൂപയാ. അതിന്ന് 50 അങ്ങ് പോയി. കണ്ടോ കണ്ടോ, വരുന്ന വരവ് കണ്ടോ? വലിയ ജന്മിയുടെ മട്ടിലല്ലേ നടപ്പ്. വിമലേ, മോളെ വിമലേ, പോയടി, എല്ലാം കൈവിട്ടു പോയടി. ചെല്ല്. പൊന്നമ്മാവൻ നിന്നെ ഏതോ കുരുക്കിപ്പെടുത്താൻ വരുന്ന വരവാ. ദേ പെണ്ണെ, ഞാനൊരു കാര്യം പറയാം, സൂക്ഷിച്ചു വേണം അവനോട് ഇടപെടാൻ. ഇല്ലേലേ അവൻ നിന്റെ ജീവിതം ബാക്കിയും കൂടെ നശിപ്പിച്ച് കൈ തരും. എന്താ അമ്മാവാ, എന്തോ പോയെന്നാ? ഓ, ഇതുപോലൊരു അനുഭവം എന്റെ 62 വയസ്സുകളിൽ ഉണ്ടായിട്ടില്ല. അയ്യേ, ആലോചിക്കാൻ വയ്യ. ഇപ്പോ ഞാൻ നിന്റെ കൂടെ. നീ ചെയ്തതാ ശരി മോളെ. ഇത്രയും കാലം നിന്നെ കുറ്റം പറഞ്ഞവരോടെല്ലാം എനിക്കതൊന്ന് പറയണം. ഇനി മേലാൽ വിമലയാരും കുറ്റം പറയാൻ പാടില്ല. ഈ അമ്മാവനത് സമ്മതിക്കില്ല. അമ്മാവനൊന്ന് തെളിച്ചു പറയുന്നുണ്ടോ? എന്താ രാമകൃഷ്ണ, ഇന്ന് നീ ഉണ്ടാക്കിയ ഗുലുമാൽ എന്താ?
ദേ ഞാനൊരു കാര്യം പറയാം. ഈ പെണ്ണിന് വിമലയ്ക്ക് നിങ്ങളുടെ കുടുംബക്കാരുടെ സർവ്വ ഗുണങ്ങളുമാണുള്ളത്. ഒരു വിവരവുമില്ല, സ്നേഹവുമില്ല. അതുകൊണ്ട് വല്ലെന്നും പറഞ്ഞ് അവളെ ഇളക്കി ആ പെങ്കൊച്ചിനെ വഴിയാതാരാക്കരുത്. അമ്മൂമ്മയൊന്നും മിണ്ടാതിരുന്നേ. അമ്മാവൻ പറ, എന്തുവാ കാര്യം? ചെല്ലമ്മപ്പിള്ള വായടച്ചു വയ്ക്ക്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വന്നത്. മോള് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഞാനും എന്റെ അനന്തരവളും മാത്രം അറിയേണ്ട കാര്യമാണ്. ഞാൻ പോണു രാമകൃഷ്ണ. എനിക്ക് ഇതിനൊന്നും നേരെയില്ല. ഞാനേ പണിയെടുത്താ ജീവിക്കുന്നത്. നിന്നെ പോലെ ദേഹം അനങ്ങാതെ ആഹാരം കഴിച്ചാലേ എനിക്കത് ദഹിക്കൂല. പോയി പോയി പോയി. അവര് പോറ്റുമിമല്ലേ. എനിക്ക് നിന്നോടാ പറയാനുള്ളത്. അമ്മാവൻ മനസ്സിൽ കൊള്ളാതെ പറഞ്ഞു പോകുന്നതാ. നിന്നെ വിഷമിപ്പിക്കരുതെന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞില്ലെങ്കിൽ അത് നിന്നോട് കാണിക്കുന്ന നെറിയടായി പോവും. അമ്മാവൻ കാര്യം പറഞ്ഞാട്ടെ. സത്യമാ മോളെ, ഈ കേട്ടതൊക്കെ സത്യമാ. എന്തുവാ? അല്ല, സച്ചിയെ കുറിച്ച് നമ്മൾ കേട്ടതൊക്കെ സത്യമാ. ആ പെണ്ണുമ്പിള്ളേ, അയ്യോ മഹാപക്ഷക മഹാപക്ഷക. കൈവിട്ടു പോയടി വിമലേ, കൈവിട്ടു പോയി. അവളൊരു രക്ഷയാ. പിടിച്ചാ പിടിച്ചതാ. അമ്മാവൻ എങ്ങനെ അറിയാം? വേണ്ട കിടക്കുന്നു. ഇടി ഞാൻ പോയി നേരിട്ട് കണ്ടറിഞ്ഞ് അനുഭവിച്ചിട്ട് വരികയല്ലോ. ഇവിടെ നിന്റെ കണ്ണുനീര് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാനൊന്ന് പോയി നോക്കിയതാ. കാര്യം എന്താണെന്ന് അറിയാമല്ലോ എന്ന് വെച്ച് ചെന്നപ്പോഴുണ്ടല്ലോ. ചെന്നപ്പോ അങ്ങേരവിടെ ഉണ്ടായിരുന്നോ? നീ തോക്കി കേറി വെടിവെക്കാതെ. ഞാൻ ചെല്ലുമ്പോ അവര് മാത്രമേ ഉള്ളൂ. ആ പരിസരത്തെങ്ങും ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ല. ഒന്ന് വിളിച്ചാ കേൾക്കാൻ പോലും ആരുമില്ല. ആ വഴി പോലും ആരും നടക്കത്തില്ല. കാര്യം പറയാം അമ്മാവാ. സച്ചു ഉണ്ടോന്ന് നോക്കാൻ ഞാൻ ആ തിണ്ണയിലോട്ടൊന്ന് കേറി. അമ്മോ, എന്തുവാ എന്തോ പറ്റിയെന്നാ? അവളിങ്ങോട്ട് വന്നു. നിന്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് വയ്യ. എന്തൊക്കെയായാലും ഞാൻ നിന്റെ അമ്മാവനല്ലേ. എന്താണേലും പറഞ്ഞേ പറ്റൂ. ഇല്ല മോളെ, നീ അതറിയണ്ട. നിനക്ക് താങ്ങാൻ പറ്റത്തില്ല. എനിക്ക് നിന്റെ മനസ്സറിയാം. നീ ഇങ്ങനെ ദേഷ്യം വന്ന് ഉറഞ്ഞു തുള്ളുവെങ്കിലും നിന്റെ മനസ്സ് സ്വർണ്ണമാ, തനി തങ്കം. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. 62 വയസ്സ് കഴിഞ്ഞ എന്നെ അവള് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ചോരയും നീരും പറ്റാത്ത നിന്റെ ഭർത്താവിനെ അവൾ എന്ത് ചെയ്യും? ഇടിക്കാതെ ആലോചിക്കുക. ആ വീടുണ്ടല്ലോ, നീ പോയി ഒന്ന് കാണണം. അവിടെ അവൾക്കൊരു ഭർത്താവ് ഉദ്യോഗസ്ഥനുണ്ട്. അയാള് ശല്യമില്ലാതെ ഒരു മൂലയിൽ കഴിഞ്ഞോളൂ. ഞാൻ മാനം മര്യാദ വിട്ട് ജീവിക്കാത്ത ഒരുത്തനായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ സച്ചിക്ക് എന്റെ അത്ര മനക്കെട്ടിയും ആത്മധൈര്യവും ഉണ്ടോ? എനിക്ക് സംശയമാ. കയ്യോടെ നീ അവനെ വിളിച്ചോണ്ട് വരണം. അല്ലെങ്കിൽ അവളുണ്ടല്ലോ, സച്ചിയുടെ പല്ലും നഖവും പോലും ബാക്കി വയ്ക്കത്തില്ല. ഇത് അമ്മാവന്റെ വാക്കുകളാ. നീ ചെവി തുളിക്കോ? അത് ശരി, നോക്കിക്കോ. കാണിച്ചു തരാം ഞാൻ എല്ലാരും. നോക്കിക്കോ. നീ എങ്ങോട്ടാടി? ചുടലക്കാളിയെ പോലെ. അതെ, ഞാൻ ചുടലക്കാളിയാ. എനിക്കിന്ന് കുറച്ച് ചോര കുടിക്കണം. അവളുടെ ചോര കുടിച്ചിട്ടേ ഞാൻ വരൂ. അയ്യോ, ആരുടെ? അമ്മൂമ്മയല്ലേ അന്നോടൊരു വാക്ക് പറഞ്ഞത്. ഒന്നേ കേസ് കൊടുക്കണം, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലണോന്ന്. ദാ കണ്ടോ, ഞാൻ വെട്ടിക്കൊല്ലാൻ പോവാ. ഒന്നേ ഞാൻ, അല്ലെങ്കിൽ അവള്. അങ്ങനെ ഇപ്പൊ അയാൾ 2 ഭാര്യമാരെയും വെച്ച് സുഖിക്കണ്ട. ഇത് കണ്ടോ, കൊടുവാളാ. എടി കൊച്ചേ, അമ്മൂമ്മ പറയുന്നൊന്ന് കേക്ക്. എനിക്കിപ്പോ ആര് പറയുന്നത് കേക്കണ്ട. എനിക്ക് ഈ ജന്മം അങ്ങേരേ ഉള്ളൂ ഭർത്താവായിട്ട്. അങ്ങേരെ എന്നെ ഇട്ടേച്ചു പോയി, അത് ഞാൻ സഹിച്ചു. പക്ഷെ വേറൊരുത്തെ വച്ചോണ്ടിരിക്കാൻ പോയാലുണ്ടല്ലോ, അത് ഞാൻ സഹിക്കത്തില്ല. അമ്മൂമ്മ നോക്കിക്കോ, ഞാൻ ഇന്ന് 2നെയും വെട്ടി കണ്ടിച്ച് വാഴച്ചോട്ടിലിടും. മിന്നു വരുമ്പോ പറഞ്ഞേരെ, അമ്മയെ കാണണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നേക്കാൻ. അയ്യോ വിമലേ, ഞാൻ പറയുന്നത് കേക്ക്. നോക്കിക്കോ. വിമലേ, എടി നില്ലടി, ഞാൻ പറയുന്നത് കേക്ക്.
എന്താ സംഭവിച്ചത്? എങ്ങോട്ടാ അവൾ ഇറങ്ങി ഓടിയത്? നിന്റെ ആങ്ങള വിമലയുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി 50 രൂപ എടുത്ത് സച്ചിയുടെ അടുത്ത് സന്ധി സംഭാഷണത്തിന് പോയി. ഇവിടെ വന്ന് ആ വീട്ടിലെ സ്ത്രീയെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. കലിതുള്ളി കൊടുവാളെടുത്ത് ബാഗിലിട്ട് നിന്റെ മോൾ ഓടിയിരിക്കുക. നിന്റെ മോളല്ലേ കാള പെട്ടെന്ന് കേട്ടാ കയറെടുക്കും. എന്റെ ദൈവമേ, വിഷ്ണു ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഓ, അമ്മ വെറുതെ വെപ്രാളം പിടിക്കാതെ. ഇതെല്ലാം ചേച്ചിയുടെ വേഷമല്ലയോ? വെട്ടാനും കുത്താനുള്ള ധൈര്യമൊന്നും ചേച്ചിക്കില്ല. ചേച്ചി ഒരു കാരണം ഉണ്ടാക്കി സച്ചിയുടെ കാണാൻ പോയിരിക്കുമല്ലയോ? അച്ഛൻ എന്താ വിമലേച്ചിയോട് പറഞ്ഞത്? എന്തിനാ അച്ഛൻ ഈ വീട്ടിലെ സമാധാനം കെടുത്തുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടണ്ട. ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. എന്റെ കല്യാണക്കാര്യം സംസാരിക്കുമ്പോ അച്ഛൻ പറയും എനിക്ക് 35 വയസ്സിന്റെ കാര്യപ്രാപ്തി ഉണ്ടെന്ന്. അച്ഛൻ ഉത്തരം മുട്ടുമ്പോ പറയും എനിക്ക് കാര്യങ്ങൾ അറിയാനുള്ള പ്രായമായിട്ടില്ലെന്ന്. എന്റെ തള്ളയുടെയും നിന്റെ തള്ളയുടെയും ഉപദേശം ഞാൻ കേട്ടിട്ടില്ല. പിന്നെയാണോ നീ എന്നെ ഭരിക്കാൻ വരല്ലേ? പോ പോ. എടി വസുമതി, ഇറങ്ങി വാടി. നീ അകത്ത് കയറി ഒളിച്ചിരുന്നാ ഞാൻ അങ്ങോട്ട് വരും. നീ ഇങ്ങോട്ട് വരുന്നാ നിനക്ക് നല്ലത്. എടി എടി വസുമതി. ആരാത്? ആരാ? എന്താ പ്രശ്നം? നീയാണോ വസുമതി? അതെ, ഞാൻ തന്നെ വസുമതി. നീ ആരാടി? എടി, ഒന്നും അറിയാതെ അഭിനയിക്കുന്നോടി. നിന്റെ അഭിനയൊന്നും എന്നോട് ചെലവാകത്തില്ല. നിന്നെയും കൊന്ന് അയാളെയും കൊന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ദേ മനുഷ്യ, ഒന്നിങ്ങോട്ട് വന്നേ. ദേ ഒരുത്തി ഇവിടെ വന്നു കിടന്ന് ഏതാണ്ടൊക്കെ പറയുന്നു. അയ്യോ എന്റെ ദൈവമേ, തൊടലും പൊട്ടിച്ചു പോകുന്ന പ്രാന്തിയുടെ ലക്ഷണം. കണ്ടിട്ട് നല്ല വീട്ടിലാണെന്ന് തോന്നുന്നു. കൊച്ചേ, നീ ഏതാ? കൊച്ചോ? ആരാണ് നിന്റെ കൊച്ച്? എന്റെ കൊച്ചിന്റെ തന്തയെ പിടിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവം കാണിക്കുന്നു. ഇന്ന് ഞാൻ നിന്നെ കൊന്നിട്ടേ പോവും. അതെ പെണ്ണുപിള്ളെ, കുറച്ചൊക്കെ ഞാൻ ക്ഷമിച്ചു. ദേ ഇനി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ആരാടി നിന്റെ കൊച്ചിന്റെ തന്ത? എനിക്ക് എന്തിനാടി നിന്റെ കൊച്ചിന്റെ തന്തേ? പുഴുങ്ങി തിന്നാനോ? ദേ ഇവിടെ നല്ല ഒന്നാന്തരം പിച്ചള കെട്ടി ഒലക്കരിപ്പുണ്ട്. അതെടുത്ത് ഒരെണ്ണം അങ്ങ് വെച്ചു തന്നാലുണ്ടല്ലോ, നിന്റെ ഈ വീപ്പക്കുറ്റി പോലുള്ള ശരീരം അങ്ങ് ചതയും. അതെന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ മോളെ. അത്രയ്ക്കായോ? എടുത്തോണ്ട് വാ നിന്റെ ഒലക്ക. എന്നിട്ട് എന്നെ ചതച്ചു കൊല്ല. എന്നിട്ട് വെട്ടി കണ്ടിച്ച് അയാൾക്ക് തിന്നാനിട്ട് കൊടുക്ക. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി സുഖമായിട്ട് കഴിയാലോ. പക്ഷെ എന്റെ കൊക്കിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം അത് നടക്കില്ലടി, നടക്കില്ല. ആദ്യം എന്നെ കൊല്ലണം, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടത്താൻ പറ്റും. ചേടാ, ഇത് വലിയ ഇടങ്ങേറായല്ലോ. എടി പെണ്ണെ, ഞാനൊരു കാര്യം പറയാം. മര്യാദ എങ്കിൽ മര്യാദ. നിനക്ക് വീട് തെറ്റിയതാ. ഇവിടെ നിന്റെ കൊച്ചിന്റെ തന്തയില്ല തള്ളയില്ല. എന്റെ വയ്യാത്ത ഭർത്താവ് മാത്രമേ ഉള്ളൂ. ദേ നിന്നെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചതായിരിക്കും. എനിക്ക് അങ്ങനെ ആണുങ്ങളെ വേണമെങ്കിൽ നിന്നെ പോലെ ഒരുത്തിയുടെ ഭർത്താവിനെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ മര്യാദയ്ക്ക് പോ. ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇവിടെ നിന്ന് അനാവശ്യം പറയുകയാണെങ്കിൽ നീ വിവരം അറിയും. നീ പോ പെണ്ണെ, എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ ജോലിയുള്ളതാ. അയ്യോ എന്റെ ദൈവമേ, ഇത് അങ്ങേരുടെ ഷർട്ടല്ലയോ? ഓഹോ, നിന്നെ ഞാൻ നോക്കിക്കോ. നിന്നെ ഞാൻ ഇന്ന് വെട്ടി കൊല്ലൂടി. ഓഹോ, എന്റെ ഭർത്താവിനെ ഷർട്ട് നീ ആരാടി? നിന്നെ ഞാൻ ഇന്ന് കൊല്ലു നോക്കിക്കോ. ഇവക്ക് ഭ്രാന്താ. നാട്ടുകാരെ ഓടി വായോ. അയ്യോ ഇവളെ എന്നെ കൊല്ലുവേ. ചേട്ടാ കൊന്നിട്ട് ആൾക്കാരെ. ചേട്ടാ ഓടി വായോ. എന്താ എന്താ വസുമതി? എന്താ അവിടെ ഒരു ബഹളം? നാട്ടുകാരെ ചേട്ടാ ഓടി വായോ. അയ്യോ ഇവിടെ കാര്യമില്ലേ. എന്റെ അമ്മോ എന്നെ കൊല്ലും. എന്നെ രക്ഷിക്കണം. ആരെങ്കിലും ഓടി വായോ. ചേട്ടാ ഇവിടെ കൊല്ലുവേ. ഇവനെ എന്താ അക്രമമാണ് നീ കാണിക്കുന്നത്? ഓഹോ, അപ്പൊ പേര് മറന്നിട്ടില്ലല്ലയോ? സന്തോഷമായി. എന്ത് വേഷമായത്? ഈ വീട്ടിൽ നീ എനിക്ക് സ്വയം തരില്ലല്ലേ? ഇങ്ങോട്ട് വീട് എന്തിനാ? പുതിയ ഭാര്യ കുടുംബത്തെ പരിചയപ്പെടുത്തി തരാനോ? അയ്യോ ഇതാണോ സാറിന്റെ ഭാര്യ? ദേ ഞാൻ ഈ കൊടുവാള് പിടിച്ച് മാറ്റിയോണ്ടാ, ഇല്ലേ കാണായിരുന്നു. എന്റെ ഭർത്താവ് വഴിയാതേരം ആയേനെ. ഇത് തന്നെയാ എന്റെ ഭാര്യ. മനസ്സിലായല്ലോ എന്റെ ഭാര്യയുടെ സ്വഭാവം. പഴയ ഭാര്യ എന്ന് പറ, അപ്പഴല്ലേ ശരിയാവും. ഇവളല്ലേ നിങ്ങളുടെ പുതിയ ഭാര്യ? എന്നാലും മനുഷ്യ, നിങ്ങൾക്കിത് ചെയ്യാൻ തോന്നിയല്ലോ. നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ലെങ്കിലും കെട്ടിക്കാൻ പ്രായമാകുന്നൊരു കൊച്ചുള്ളതാ. അതുപോലെ മറന്നല്ലോ നിങ്ങള്. ഇവിടെ പിന്നെ ഇങ്ങനെ ജീവിക്കുന്നതാ. ഭർത്താവിന്റെ ദീനം, കാശില്ല. അപ്പൊ അവക്ക് ചെലവിന് കൊടുക്കാനും
ബാക്കി കാര്യം നോക്കാനും ആരെങ്കിലും കൊള്ളാവുന്നൊരു വേണം. ദേ സച്ചി സാറേ, ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. സച്ചി സാറിന്റെ ഭാര്യ ആയതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഇമ്മാതിരി വർത്താനം എന്റെ മുന്നിൽ നിന്ന് പറഞ്ഞേന് നിന്റെ തല താഴെ കിടന്നേനെ. വസുമതി ക്ഷമിക്ക്, അവൾക്ക് വിവരമില്ലാതെ. ഇല്ല സാറേ, സാർ എന്നോട് ക്ഷമിക്ക്. അടിച്ചു അത്രയ്ക്കായോ? എന്റെ അടുത്താണോടി നിന്റെ കളി? എടി, നിന്നെ ഇന്ന് ഞാൻ പിടിച്ചു. എടി, എന്നെ പിടിക്കരുത്. എന്നെ പിടിക്കരുതെന്നാ പറഞ്ഞേ. ഇങ്ങോട്ട് മാറ്. എന്നെ വിട്. എനിക്ക് ഇവളോട് രണ്ട് വർത്താനം പറയണം. എടി, നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? നിന്റെ ഭർത്താവിനെ ഇവിടെ കുടിയിരുത്തി ഞാൻ അയാളുടെ വെപ്പാറ്റയായിട്ട് കഴിയുകയാണെന്നോ? എടി, ദേ കണ്ണ് തുറന്ന് നോക്ക്. ഇതാ എന്റെ ഭർത്താവ്. ഞാനേ അച്ഛനും അമ്മയും ഇല്ലാതെ ഒരമ്മാവന്റെ വീട്ടിൽ പണിക്കാരിയായിട്ട് ദേഹം മുഴുവൻ ചൊറി പിടിച്ച് കഴിയുമ്പം ഈ മനുഷ്യനാ എന്നെ വിളിച്ചോണ്ട് വന്ന് ചികിത്സിച്ച് ഈ കാണുന്ന രൂപത്തിലാക്കി എടുത്തത്. അങ്ങേര് രാത്രിയും പകലും അധ്വാനിച്ച ഈ കാണുന്ന വീട് സ്ഥലമൊക്കെ വാങ്ങിച്ചത്. ദേഷ്യം വരുമ്പോ ഞാൻ പലതും വിളിച്ചു പറയും. ഇങ്ങേര് അതങ്ങ് ക്ഷമിക്കും. ഇങ്ങേര് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഞാനും അങ്ങ് ക്ഷമിക്കും. അങ്ങനെയാ ഭാര്യയും ഭർത്താവും കഴിയേണ്ടത്. വസുമതിക്ക് ഈ ജന്മം ഈ ഒരുത്തനേ ഉള്ളൂ. മരിക്കുന്നവരെ ഇങ്ങേരെ നോക്കി ഞാൻ കഴിയും. ഇങ്ങേരില്ലാതാവുന്ന ദിവസം ഞാനും അങ്ങ് പോവും. അതിങ്ങേർക്കും അറിയാം. ആ പിന്നെ നിങ്ങളുടെ ഭർത്താവ്, ഈ നിൽക്കുന്ന സച്ചി സാറ്, എനിക്ക് അങ്ങനെ കൂടപ്പിറപ്പാ. ഞാൻ ഇങ്ങേർക്ക് കറി വെച്ചും മുണ്ടും ഷർട്ടും ഒക്കെ കഴുകി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കൂടപ്പിറപ്പിനെ പോലെ വിചാരിക്കുന്നോണ്ടാ. ഇങ്ങേരെന്നോട് മോശമായിട്ട് ഇന്ന് വരെ പെരുമാറിയിട്ടില്ല. അങ്ങനെ പെരുമാറിയിട്ടുള്ളവരൊക്കെ ദേ വസുമതിയുടെ കൈയുടെ ചൂടറിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടപ്പിറപ്പ് എന്നാ പിന്നെ നാട്ടിലുള്ള ആണുങ്ങളെ എല്ലാം മുണ്ട് ഷർട്ടും ഒക്കെ വാങ്ങിച്ച് കഴുകി കൊടുക്കണേ. മിണ്ടരുത്. കഴുകി കൊടുക്കൂടി. പ്രായം തികഞ്ഞ മോളെയും കൊണ്ട് സീരിയൽ പിടിക്കാൻ ഹോട്ടൽ മുറി കൊണ്ടുപോയി കാഴ്ച വെക്കുന്നതിനേക്കാൾ അന്തസ്സാ. കുറച്ച് പച്ചനോട്ട് കണ്ട ഉടനെ മോളെ പോലും വിൽക്കാൻ പോന്നോക്കാന്നോടി എന്നെ കുറ്റം പറയാൻ അർഹത. എടി, നീ നാട്ടുകാരോട് മുഴുവൻ ചോദിക്ക് നിന്നെ കുറിച്ച് എന്താ അവരുടെ അഭിപ്രായമെന്ന്. എന്റെ ദൈവമേ, എനിക്കിത് കേൾക്കാൻ ഇട വന്നല്ലോ. നിങ്ങൾക്ക് തൃപ്തിയായല്ലോ? എനിക്കിത് തന്നെ കിട്ടണം. നിനക്ക് ഇത് കിട്ടിയാ പോരാ. ഇത്രയും മാന്യനായ ഒരു പുരുഷനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതേവരെ വേറെ കണ്ടിട്ടില്ല. നിന്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോയെങ്കിൽ അത് വെറുതെ അല്ല, നിന്റെ കൈയിരിപ്പുണ്ടാ. ഞാൻ ചീത്തയാണെന്നല്ലേ നീ പറഞ്ഞത്? നോക്ക്, എന്റെ ഭർത്താവ് ഞാൻ പറയുന്നതും കേട്ട് എന്റെ എല്ലാ കുറ്റവും ക്ഷമിച്ച് ഇവിടെ തന്നെ ഉണ്ട്. എന്താ കാര്യം? ഞാൻ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും ഇങ്ങേരെ സ്നേഹിക്കത്തില്ല. നിന്റെ ഭർത്താവിന് നീ ആ സ്നേഹം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങേര് നിന്നെ വിട്ട് പോകുമായിരുന്നോ? അപ്പൊ ആരാടി നല്ല ഭാര്യ, നീയോ ഞാനോ? പറ. വസുമതി, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആണും പെണ്ണും അടുത്ത് പെരുമാറുകയോ സ്നേഹമായി സംസാരിക്കുകയോ ചെയ്താ ഉടൻ തെറ്റായ വ്യാഖ്യാനം നൽകുന്നത് മലയാളികളുടെ സ്വഭാവമാണ്. സച്ചി സാറേ, നിങ്ങൾ എനിക്ക് എന്റെ അനിയനെ പോലെയാ. എനിക്ക് നിങ്ങളോട് വലിയ ബഹുമാനമാ. ഇപ്പോഴും അതിന് കുറവൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ പറയുന്നു, സാറ് നാളെ തന്നെ ഈ വീട് മാറിത്തരണം. ഇനി ഈ പെണ്ണുമ്പിള്ള ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തരുത്. കുത്തിയാ ചിലപ്പോ എനിക്ക് എന്റെ കൈ വിട്ടു പോവും. വസുമതി, നീ വാ. അതല്ല അവളുടെ വിവരക്കേട്. നീ വന്ന് കുറച്ച് കൊഴുമ്പ് വരട്ടിത്താ. ദേഹമെല്ലാം വല്ലാതെ വേദനിക്കുന്നു. വാ. തൃപ്തിയായി വിമലെ, എനിക്ക് വളരെ സന്തോഷമായി. 18 കൊല്ലം കൂടെ താമസിച്ചതിന് നീ നല്ല സമ്മാനം തന്നു. നന്ദിയുണ്ട്. വിട്ടു നിൽക്കുമ്പോ വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട്. നീ വന്നൊന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മിന്നുവിനെ കാണാതെ എന്റെ മനസ്സ് നൊന്നിട്ടുണ്ട്. എല്ലാം മറന്ന് കയറി വന്നാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയില്ല, ഇനി ഒരിക്കലും ഇല്ല.
ഇന്ന് നീ ആക്ഷേപിച്ചത് ആ സ്ത്രീയെയല്ല, എന്നെയാ. ഒരു വീട്ടിൽ കയറി താമസിച്ചാൽ അവിടുത്തെ പെണ്ണുങ്ങളെ വശീകരിക്കുന്ന ഒരുത്തനായിട്ട് നീ എന്നെ തരം താഴ്ത്തി. കല്യാണത്തിന് മുമ്പോ പിമ്പോ നീയല്ലാതെ വേറൊരു സ്ത്രീയെ തൊട്ടിട്ട് പോലും ഇല്ലാത്ത എന്നെ, നിന്നെ ഞാൻ വിശ്വസിച്ചു. ആ ജൗളിക്കടക്കാരൻ സൂണനെയും നിന്നെയും ചേർത്ത് ചിലർ അപവാദം പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. എന്റെ ഭാര്യയെ എനിക്കറിയാമെന്ന് പറഞ്ഞു. സച്ചേട്ടാ, ഇപ്പോ ഇത്രയും നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂന്ന് എനിക്ക് മനസ്സിലായി. 18 കൊല്ലത്തെ ജീവിതം വേസ്റ്റായി. ആ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സച്ചേട്ടാ, ഇനി മേലിൽ നമ്മൾ തമ്മിൽ കാണരുത്. എന്റെ മുമ്പിൽ നീ വരരുത്. അയ്യോ എനിക്ക് നിന്റെ മുഖം ചാവുന്നത് വരെ കാണുകയേ വേണ്ട. സച്ചേട്ടാ, ഞാൻ ചത്തു കഴിഞ്ഞാലും നീ വരണ്ട. അയ്യോ സച്ചേട്ടാ.